സ്നേഹമുള്ള സഹോദരന്മാരെ, ക്രിസ്മസ് ഒരു പുതിയ ജനനമാണ്. നാം ഉണ്ണീശോയെ സ്വീകരിക്കുമ്പോൾ നാം പുതിയൊരു മനുഷ്യനായി മാറണം. എന്നാൽ പുതിയൊരു മനുഷ്യൻ ജനിക്കണമെങ്കിൽ നമ്മളിലെ പഴയ മനുഷ്യൻ മരിക്കണം. പഴയ മനുഷ്യൻ എന്നാൽ എന്താണ്? കഴിഞ്ഞ വർഷം നമ്മെ ഭരിച്ച മോശം ശീലങ്ങൾ, സഹോദരോടുള്ള പക, നുണ പറയുന്ന സ്വഭാവം, സ്വാർത്ഥത, ഇവയെല്ലാം പഴയ മനുഷ്യന്റെ ലക്ഷണങ്ങളാണ്. ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിലെ പുൽക്കൂട് വൃത്തികേടാക്കുന്നു. ഒരു പഴയ തോട്ടക്കാരന്റെ ഉദാഹരണം പറയാം. തണുപ്പുകാലം വരുമ്പോൾ തോട്ടക്കാരൻ പഴയതും ഉണങ്ങിയതുമായ ശിലകളെയെല്ലാം വെട്ടിമാറ്റി തീയിലിട്ട് കളയും. പുതിയ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പുതിയ ഫലം ഉണ്ടാവണമെങ്കിൽ പാപമാകുന്ന ഉണങ്ങിയ ചില്ലുകളെ വെട്ടിമാറ്റണം. ഈ ഒരുക്കകാലം നമ്മുടെ പഴയ ശീലങ്ങളെ വെട്ടിമാറ്റാനുള്ള സമയമാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർത്ത് മനസ്താപപ്പെട്ട് കുമ്പസാരത്തിലൂടെ ആ മാലിന്യങ്ങളെയെല്ലാം നീക്കം ചെയ്യുക. പുതിയ വസ്ത്രം അണിഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പുതിയ ഹൃദയം നമുക്ക് വേണം. ഈ ക്രിസ്മസ് ദിനത്തിൽ പഴയ മനുഷ്യൻ മരിച്ച് പുതിയ ക്രിസ്തുവിൽ ജനിച്ച ഒരുവനായി നാം മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഉണ്ണീശോയെ, നിന്നെ സ്വീകരിക്കാനായി ഒരു പുതിയ ഹൃദയം എനിക്ക് തരണമേ. ആമേൻ.